എല്ലാവരും സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്ന ആളാണ്. നമ്മളിപ്പോ എപ്പോഴും ദിനം പ്രതി നമ്മൾ ന്യൂസ് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഭർതൃഗൃഹത്തിൽ യുവതി തൂങ്ങി മരിച്ചു. ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്ന് യുവതി കുട്ടീനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഡെയിലി നമുക്ക് കാണുന്ന ഒരു ന്യൂസാണിത്. ഈ കുട്ടികൾക്കൊക്കെ എന്താ പറ്റി, എന്താ മക്കളെ നിങ്ങൾക്കൊക്കെ പറ്റിയത്? ഇന്ന് രാവിലെ കൂടി ഞാനൊരു ന്യൂസ് കണ്ടു. 3ാം വർഷ LLB സ്റ്റുഡന്റ് ആയിട്ടുള്ള 22 വയസ്സുകാരി ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്നിട്ട് തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നും ഇങ്ങനെ ഓരോ തരത്തിലുള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യാൻ എടുക്കുന്ന സമയത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിന്റെ കാലിലൊന്നും മതി മക്കളെ ജീവിച്ച് കാണിക്കാനായിട്ട്. 4 ആൾക്കാരുടെ മുന്നില് നിങ്ങൾക്ക് ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കുടുംബ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അത് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ ആ പേടി മൂലമാണ് സത്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിന്റെ 4-1 ധൈര്യം മതി കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് നാട്ടുകാരുടെ മുന്നിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലോ നിങ്ങളുടെ സ്വയം ആത്മാഭിമാനത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് ജീവിച്ച് കാണിക്കാനായിട്ട്. എനിക്ക് കണ്ടിട്ട് സങ്കടം വരും. കുട്ടികൾക്കൊക്കെ എന്താ ഇത് പറ്റിയത്? ആസ് എ ഡിവോഴ്സി എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരും. നമ്മൾ ഫേസ് ചെയ്യുക. അത് ഫേസ് ചെയ്യാണ്ട് പെട്ടെന്നൊരു നമുക്ക് സത്യമാണ് നമ്മുടെ ആ ഒരു സമയത്തെ മാനസിക നില തകരാറിലാകുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ്. ഒരു ന്യൂസ് വന്നാണ് ചെയ്യാൻ പറ്റിയ മാത്രമേ നിങ്ങൾ ഞാന് ചേച്ചി ഇന്ത്യൻ ആണോ ഇസ്രയേലി ആണോ എന്ന്? ഞാൻ ഇന്ത്യക്കാരിയാണ്, ഞാൻ മലയാളിയാണ് കേട്ടോ. അപ്പോ പറഞ്ഞു വന്ന ടോപ്പിക്ക് വിട്ടു, ഇടയ്ക്ക് ഇങ്ങനെ കമന്റ്സ് വരുന്നത് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പല 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 പ്രശ്നങ്ങളും ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നിട്ട്, കാരണം അത് ലൈഫാണ്. സുഖ ദുഃഖങ്ങളാൽ സമ്മിശ്രമാണ് നമ്മളുടെയൊക്കെ ലൈഫ്, അല്ലേ? അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് സന്തോഷത്തിന് വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സുഖ ദുഃഖങ്ങളാൽ സമ്മിശ്രമായ നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും വരുമ്പോൾ സന്തോഷം നമ്മൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ദുഃഖങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്റെയൊക്കെ ജീവിതത്തിൽ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാവോ? ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന എന്നെ ഒരു ബോൾഡ് ആക്കിയത് എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ്. ഞാൻ അങ്ങനെ ബോൾഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ ഭയങ്കര ബോൾഡ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. 19ാമത്തെ വയസ്സ് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഞാൻ. വളരെ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ആവുക, അതിന്റേതായ കുറെ പ്രശ്നങ്ങൾ, വീണ്ടും ഇങ്ങനെ ഡിവോഴ്സ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ ആത്മഹത്യ പറ്റി ഞാൻ ഒരിക്കൽ പോലും ഒന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ വിശ്വസിച്ചു വന്ന എനിക്കൊരു മകളുണ്ട്. എന്റെ മകൾക്ക് വേണ്ടി എനിക്ക് ജീവിച്ച് കാണിച്ചേ പറ്റത്തുള്ളായിരുന്നു. അന്ന് കുറ്റപ്പെടുത്താനും മാറിയിരുന്ന് കുറ്റം പറയാനും കുറെ ബന്ധുക്കളുണ്ടായിരുന്നു, കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു. ഞാൻ ഇവരെ ആരെയും വകവച്ചില്ല. കാരണം ഇവരാരും അല്ല എനിക്ക് ചെലവിന് വരുന്നത്. ഞാൻ ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്നോ എന്റെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നോ 1 രൂപ വാങ്ങിച്ചിട്ടില്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് പണിയെടുത്ത് ഞാൻ എന്നെയും എന്റെ കൊച്ചിനെയും ഞാൻ നോക്കുന്നു എന്ന് എനിക്ക് നോക്കിയേ പറ്റൂ. ഇവരാരെന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു വിഷയമല്ലെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം എനിക്കൊരു ബോൾഡ്നെസ് എനിക്ക് കയറി. അവിടുന്നാണ് ഞാൻ ഈ നിൽക്കുന്ന അഖില എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഈ സംസാരിക്കുന്ന ആള്, ഞാൻ ഇങ്ങനെ നിന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ. എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ അനുഭവമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ചേച്ചി ഹെയർ കെയർ പറയാമോ? ഞാൻ പ്രത്യേകിച്ച് ഹെയർ കെയർ ഒന്നുമില്ല, ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയണം കേട്ടോ. അതിപ്പോ ഇതിന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന നാട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ തരുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ല മക്കളെ ജീവിതത്തിന്റെ മൂലധനം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് നോക്കുക, നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യം ഉണ്ടെങ്കിൽ അത് ചെയ്ത് മുന്നോട്ട് പോവുക. ആര് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങളിപ്പോ ഒരു കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് പോന്നു, അവിടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് നിങ്ങൾ എന്തോ ചിന്തിക്കുന്നത്, അയ്യോ എന്റെ ഞാൻ ഇവിടുന്ന് ഇട്ടിട്ട് വന്നാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും വിഷമാവോ, ബന്ധുക്കൾ എന്നെ പറ്റി മോശം പറയൂ, ഇതിനകത്ത് എന്നെ കുറ്റക്കാരിയാക്കുവോ, ഞാൻ നാട്ടുകാരോട് എന്തോ പറയും, എന്റെ കൂട്ടുകാരോട് ഞാൻ എന്ത് പറയും, ഇത് ഞാൻ കളഞ്ഞിട്ട് പോയ എന്തായിരിക്കും എന്റെ ലൈഫ്. മക്കളെ, നാട്ടുകാരോട് നിങ്ങളൊന്നും പറയണ്ട, ബന്ധുക്കളവരോട് പറയണ്ട. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ട് കുറച്ച് നാട്ടുകാരെയും കുറച്ച് ബന്ധുക്കളെയും സൃഷ്ടിച്ച് നമ്മുടെ നാട്ടിൽ നിർത്തിയിട്ടുണ്ട്. അവര് ഇഷ്ടം പോലെ ഇങ്ങനെ പറഞ്ഞോളൂ. നിങ്ങളത് ഡസൻ മാറ്റർ, അത് നിങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം എടുക്കുന്നതിന് നിങ്ങൾ ആരെയും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു വിദ്യാഭ്യാസമാണ്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ആർജവമാണ്.
ബാക്കിയെല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും മക്കളെ നമുക്ക്. ബാക്കിയെല്ലാം എങ്ങനെ വരും? നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഒരാളെ പറ്റിക്കാതെ 1 രൂപ വാങ്ങിക്കാതെ, ഒരു മനുഷ്യനെ പോലും പറ്റിക്കരുത്. ഒരു മനുഷ്യനെ പറ്റിച്ചോ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് 1 രൂപ അനാവശ്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയോ ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് റിലേഷൻഷിപ്പ് വരും. നമുക്ക് ആ റിലേഷൻഷിപ്പ് അയാളുമായിട്ട് സെറ്റ് ആവാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പറയുക, പറ്റുന്നില്ല, എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട. അത് ചിലപ്പോ മറ്റുള്ളവർക്ക് അതൊക്കെ തെറ്റായിട്ട് തോന്നും. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് പറഞ്ഞിട്ട് നിങ്ങൾ പോവുക. അവിടെ ഇനി ആരെന്ത് പറഞ്ഞെന്ന് പറയാൻ നിങ്ങളുടെ ശരി മാത്രം നിങ്ങൾ നോക്കി അതിനെ ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇതിപ്പോ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, 2 ദിവസം മുമ്പ് ഒരു പെൺകുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുവാണ്. ചേച്ചി, ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ഒന്നുമല്ല. പക്ഷെ ഈയിടെ എന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരിക്കണമെന്ന് തോന്നുന്നു, ആ കുട്ടി 19 വയസ്സാണ് അവൾക്ക് പ്രായം. അപ്പൊ ആ കുട്ടി എനിക്ക് മെസ്സേജ് അയക്കണം, ചേച്ചി എന്നെ ഒന്ന് കേൾക്കാമോ, എനിക്ക് ഒരു 5 മിനിറ്റ് സമയം തരാമോ, എനിക്ക് അത്യാവശ്യമായിട്ട് ചേച്ചി അടുത്തൊരു കാര്യം പറയാനുണ്ട്, എന്റെ മനസ്സിൽ എന്തെങ്കിലും തകരാറിലാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാൻ ആത്മഹത്യ ചെയ്യണോ വേണ്ടായോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പറ എന്താ മോളെ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞാണ്, അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിക്ക് സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് അവര് റിലേഷൻഷിപ്പിൽ പോയത്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പം ഈ പയ്യൻ ഭയങ്കര ടോക്സിക് ആണെന്ന് ഈ പെൺകുട്ടിക്ക് തോന്നി. അതായത് ഇറിറ്റേറ്റ് ചെയ്യുന്നു, പിന്നെ എന്തൊക്കെയോ അവർക്ക് ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതൊന്നും എനിക്ക് കേൾക്കണ്ട, നിനക്ക് അയാൾ ഓക്കെ ആണോ അല്ലയോ? ചേച്ചി ആദ്യമൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല, ഞങ്ങൾ നല്ല രീതിയിലാണ് പോയത്. കുറെ കഴിഞ്ഞപ്പോഴത്തേന് ആളുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നു. പ്രണയിക്കുന്ന സമയത്ത് ആളല്ല, പിന്നീട് അങ്ങോട്ട് പോയപ്പം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോ നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നീ ഭയങ്കര ടോക്സിക് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റിലേഷൻഷിപ്പിൽ നിന്ന് വന്നു. എന്റെ വീട്ടുകാർക്കൊന്നും ഈ കാര്യം അറിയത്തില്ലായിരുന്നു ചേച്ചി. പക്ഷെ പ്രണയിക്കുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ 2 പേരും കൂടെ ഓയോയിൽ എന്തോ റൂം എടുത്തു. അതെ, ഓയോയില് റൂം എടുത്തിട്ട് ഇവര് തമ്മില് സെക്ഷുവൽ ഇന്റർകോഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ടൈമില് ഈ ആൺകുട്ടി എന്ത് ചെയ്തു, ഫോട്ടോയോ വീഡിയോസോ ഒക്കെ എടുത്തു വെച്ചിട്ട് ആ സമയത്ത് അപ്പം പെൺകുട്ടിയോട് പറയണ, ചേച്ചി ഞാൻ വേണ്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ ഇത് നടന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ ഫോഴ്സ് ചെയ്തതിന്റെ പേരിലാണ് പോയത്. ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് അറിയാം ചേച്ചി, പക്ഷെ അത് കഴിഞ്ഞപ്പോ എനിക്ക് ഓക്കെ ആവുന്നില്ല, ഭയങ്കരമായിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് ഞാനത് പോയി. 2 മാസം കഴിഞ്ഞപ്പോ എന്റെ വീട്ടുകാരിപ്പോ ആ പെൺകുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ മോളെ നിനക്ക് 19 വയസ്സ്, കാരണം എന്റെയും ആ ഒരു ഏജിൽ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും പറയും പെൺകുട്ടികളെ, നിങ്ങൾ നല്ല വിദ്യാഭ്യാസം വാങ്ങിച്ച് നിങ്ങളുടെ സ്വന്തം കാലിൽ നിന്നൊരു ജോലി ഉണ്ടാക്കാതെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. നിങ്ങളുടെ വീട്ടുകാരിനി എന്തൊക്കെ രീതിയിൽ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ കല്യാണം കഴിക്കും. നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്ന ആ ഒരു ഏജിൽ മാത്രമേ നിങ്ങൾ കഴിക്കാവുള്ളൂ. ആരുടെയും ഫോഴ്സിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് അത് വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു സ്പേസ് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും നിങ്ങൾ ചോദിക്കണം. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങി വന്നാൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചിട്ടേ നിങ്ങൾ എല്ലാവരും കല്യാണം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഈ പെൺകുട്ടി ഈ സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞ് ഇവർ വേണ്ടെന്ന് വെച്ച് ഇവർ ബ്രേക്കപ്പ് ആയി. ഈ പെൺകുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നു. അപ്പൊ കല്യാണാലോചന വന്ന് ഈ പെൺകുട്ടിക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. ചെറുക്കന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഈ കൊച്ചിന്റെ ഉള്ളില് ഈ പെൺകുട്ടി നേരത്തെ ഒരാളുമായിട്ട് സെക്ഷൽ റിലേഷൻ ചെയ്തുകൊണ്ട് ഭയമുണ്ട്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഈ പയ്യൻ ഇത് അറിയുമോ എന്നുള്ളൊരു ഭയം ഒക്കെ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ പഴയ ബ്രേക്കപ്പായ പയ്യൻ ഇവൾക്ക് മെസ്സേജ് അയക്കുകയാണ്, പിന്നെ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ, നിന്നെ ഞാൻ ശരിയാക്കി തരാം, എന്റെ ആ സമയത്തുള്ള കുറച്ച് ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്, ഞാൻ കമന്റ്സിന് ഇപ്പൊ ഞാൻ മറുപടി തരുന്നില്ല. കമന്റ്സ് വായിക്കാൻ പോയാൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു വന്ന കാര്യങ്ങൾ വിട്ടുപോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ കമന്റ്സിന് ഇപ്പൊ മറുപടി പറയുന്നില്ലേ എന്റെ പൊന്നുമക്കളെ. അപ്പൊ ആ മോൾ എന്റെ അടുത്ത് പറയുകയാണ്, ചേച്ചി എന്നെ ത്രട്ടൺ ചെയ്യുക ചേച്ചി, ആ ഫോട്ടോസ് അവന്റെ കയ്യിലുണ്ട്, വീഡിയോസ് അവന്റെ കയ്യിലുണ്ട്, ഇന്ന് നീ കല്യാണം കഴിക്കാൻ പോകുന്ന അവന് ഞാൻ അയച്ചു കൊടുക്കും, സോഷ്യൽ മീഡിയയിൽ ഞാൻ വേറെ പിന്നെ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ അപ്ലോഡ് ചെയ്യും, നിന്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും, എനിക്ക് ആലോചിച്ചിട്ട് പേടി വരുന്നു ചേച്ചി, ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിക്കുക, ഇതെനിക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ മോട്ടിവേഷൻ സ്പീക്കറോ അല്ല, പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ ഈ മോളുടെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മോളെ, നീയും നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ നീ പോയി, നിന്റെ വീട്ടുകാർ അറിയാണ്ടായിരിക്കും, നീ അത് ചെയ്തു, ഓക്കെ,
ശരിയോ? അത് നിന്റെ മനസാക്ഷിയോട് നീ ചോദിക്കുക, ശരിയാണോ തെറ്റാണോ എന്ന് അതെനിക്കറിയില്ല. ഞാൻ ഒരാളെയും ശരിയായിട്ടോ ഒരാളെയും തെറ്റുകാരിയായിട്ടോ ഞാൻ ഇത് ചെയ്യുന്നില്ല. പക്ഷെ നിനക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ശരിയായിട്ട് നിനക്ക് തോന്നുന്നില്ലെങ്കിൽ അയാളോട് നോ പറയാനുള്ള റൈറ്റ് നിനക്കുണ്ട്. നിങ്ങൾ തമ്മിൽ നേരത്തെ ഇഷ്ടത്തിലായിരിക്കും, പക്ഷെ ഇപ്പൊ നിനക്ക് അയാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും കാരണം ചോദിക്കാം. നിനക്ക് എന്തുകൊണ്ട് ഇപ്പൊ എന്നെ പറ്റുന്നില്ല? അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായ കാരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാരണങ്ങൾ നേരത്തെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇന്ന കാരണം കൊണ്ട് എനിക്ക് നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതൊരു മ്യൂച്വൽ ബ്രേക്കപ്പിലേക്ക് പോവുക. അല്ല, അത് പോയി കഴിഞ്ഞതിന് ശേഷം പഴയ നിങ്ങളുടെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങളെ ഹറാസ് ചെയ്യുക, അച്ഛനും അമ്മയ്ക്കും അയച്ചു കൊടുക്കും എന്ന് പറയാ, സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങ് ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇടുവെന്ന് പറയുന്ന പയ്യൻ ജീവിക്കാതിരിക്കുവോ? മോളെ, നീ അങ്ങ് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ ജീവിക്കാതിരിക്കത്തില്ല. അവൻ സമൂഹത്തിൽ അന്തസ്സായിട്ട് ജീവിക്കും, അവൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. ആർക്ക് പോയി? നിനക്കും നിന്റെ വീട്ടുകാർക്കും പോയി. നിനക്ക് കിട്ടേണ്ട നല്ലൊരു ജീവിതം പോയി. നിനക്ക് പേടി ഇപ്പൊ എന്തുവായിരുന്നു? അവൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്ന് നിനക്ക് പേടി ഉണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും അല്ല വലിയ കാര്യം. നിങ്ങളുടെ നീ സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് നീ അയാളുടെ കൂടെ സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നിന്റെ തെറ്റ് മാത്രമായിട്ട് എങ്ങനെയാ അത് വരുന്നത്? അവൻ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് അവന്റെ തെറ്റാണ്. അതിനകത്ത് നീ എന്തിനാ മോളെ ആത്മഹത്യ ചെയ്യുന്നത്? നീ അല്ലല്ലോ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിന്റെ ഭാഗത്ത് തെറ്റായിട്ട് എങ്ങനെയാ അത് പറയുന്നത്? നീ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ അടുത്ത് നീ പറയാ, എനിക്കിങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രം നീ എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട ചേട്ടാ. നീ കാര്യം പറയുക. പിന്നെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ ഒരു 2 അടി കിട്ടുന്നെങ്കിൽ അങ്ങ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കണം. ഇവിടെ തുറന്ന് പറയാനുള്ള ഗട്സ് കാണിക്കും. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, അതിന്റെ പേരിൽ അയാൾ എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അച്ഛ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അമ്മ, എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ട്. തുറന്നു പറയോ മക്കളെ? നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല പൊന്നു മക്കളെ. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതേ. ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങൾ അത്രത്തോളം അങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട മക്കളൊന്നും അല്ല. നിങ്ങൾക്കൊക്കെ നല്ല കരിയർ ഉണ്ട്, നിങ്ങൾക്കൊക്കെ സമൂഹത്തിൽ ഒത്തിരി കഴിവുകളുള്ള പിള്ളേരാണ് നിങ്ങളൊക്കെ. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. യങ്സ്റ്റേഴ്സ് ആർ വണ്ടേഴ്സ് എന്ന് പണ്ട് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും കാലിബർ ഉള്ള മക്കളാണ് മക്കളെ. അതായത് ഒരു പുരുഷൻ വേണമെന്നില്ല ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീ വേണമെന്നില്ല ജീവിക്കാൻ. ഇത് പുരുഷന്മാരോടായാലും, അതായത് അബ്യൂസ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് കേട്ടോ. ഞാനൊരു അട്ടർ ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരി ഒന്നും അല്ല. പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്, സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. മക്കളെ, രണ്ടുപേർക്കും പറ്റുന്നില്ലെങ്കിൽ രണ്ടുപേരും പിരിഞ്ഞു പോവുക, രണ്ടുപേരും 2 വഴിക്ക് പോവുക, എന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ അങ്ങോട്ടും ഇത് ചെയ്യാൻ പോയി ഇങ്ങോട്ടും ഇത് ചെയ്യാൻ പോയി, എന്തിനാ ഇതൊക്കെ? നിങ്ങൾ നന്നായിട്ട് ജീവിക്കും മക്കളെ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്ത് തീർക്കാനുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇപ്പം ഭർത്താവിന്റെ വീട്ടിൽ ഏതെങ്കിലും പൊന്നുമക്കളെ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും തരത്തില് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ എന്തെങ്കിലും പീഡനങ്ങൾ അനുഭവിക്കുകയാണ്, നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങളിപ്പോ ഒരു ആത്മഹത്യ ചെയ്യണോ ചെയ്യണ്ടായോ എന്നുള്ളൊരു തീരുമാനത്തിലാണ് മക്കളെ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ചിന്തിക്കുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങി ലാസ്റ്റ് അറ്റ് ദി എൻഡ് എന്താണ്? ഇയാളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് എന്തിനാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് എന്തിനാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അറ്റ് ദ ലാസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവോഴ്സ് ആവുമായിരിക്കും. ഡിവോഴ്സ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഞാൻ ജോലിക്ക് പോകും, ജോലിക്ക് പോയിട്ട് അന്തസ്സായിട്ട് ജീവിക്കും. ഇനി നിങ്ങളുടെ കുറച്ച് വീഡിയോസും കുറച്ച് സെക്ഷൽ ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് ഞാൻ എങ്ങനെ നാട്ടുകാരെ ഫേസ് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ വീട്ടുകാരെ ഫേസ് ചെയ്യും? എനിക്ക് ഇനി ആരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ വീഡിയോസ് എല്ലാം ലീക്കായി, എന്റെ ഫോട്ടോസ് ഒക്കെ ലീക്കായി. പോവാൻ പറ. ഈ പറയുന്ന നാട്ടുകാരും ആരും അല്ല നിങ്ങൾക്ക് ചെലവിന് തരുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നിങ്ങൾ ജീവിക്കാൻ നോക്കുക. അല്ലെങ്കിൽ കുറച്ച് നിങ്ങളുടെ ന്യൂഡ് ഫോട്ടോസ് ഏതോ ഒരുത്തൻ നിങ്ങളുടെ പ്രണയിക്കുന്ന സമയത്ത് നിങ്ങളെ ചതിച്ച് കൈവശപ്പെടുത്തി അത് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നിങ്ങളെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങളത് ആത്മഹത്യ ചെയ്ത് പേടിച്ച് പിന്മാറിയുന്നത് അവന്റെ വിജയമാണത്. അത് കൊണ്ടങ്ങ് ഇടുന്നെങ്കിൽ ഇട്ടോട്ടെ, അതങ്ങ് ഇട്ടെന്ന് നിങ്ങൾ അങ്ങ് വിചാരിക്കുക. നിങ്ങളുടെ വീഡിയോസും ഫോട്ടോസും ലീക്കായി കുറെ പേരങ്ങ് കണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോവാൻ പറ. ഈ പറയുന്ന നാട്ടുകാർ കുറച്ച് നാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും. ഈ പറയുന്ന അവിടെ നിന്ന് മാറിയിരുന്നു കുനുകുനുകുനാന്ന് പറയും. കുറച്ച് ബന്ധുക്കളെ അതിന് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവരും അവിടെ ഇരുന്നോണ്ട് കുനുകുനുകുനാന്ന് പറയും. ഈ പറയുന്ന ആരും നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം വെച്ച് തരത്തില്ല, ഒരു കിലോ അരി പോലും വാങ്ങിച്ചു തരത്തില്ല. ഈ കുനുകുനുകുനാന്ന് ദോഷം പറയാൻ മാത്രമേ ഇവരെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. അവരവിടുന്ന് പറഞ്ഞിട്ട് പോവും. ഇതൊന്നും ഒരു കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക. നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് ലൈഫിൽ. അത് അവിടെ കിടന്ന് എന്തെങ്കിലും ആര് പറഞ്ഞാലും ഇതൊന്നും എന്നെ ബാധിക്കത്തില്ലെന്നും പറഞ്ഞു മക്കളെ നിങ്ങൾ ജീവിച്ചു തുടങ്ങി നോക്ക്. ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഭർത്താവുമായിട്ട് അയ്യോ ചേച്ചി എനിക്കധികം വിദ്യാഭ്യാസം ഒന്നുമില്ല, എനിക്ക് 2 കുട്ടികൾ ഉണ്ടായി പോയി, അതിന്റെ പേരിൽ ഞാനങ്ങ് ജീവിച്ചു പോവുക.
മക്കളെ എന്തോരം ആൾക്കാർ ഇതിന്റെ അങ്ങേപ്പുറത്തെ പ്രശ്നമായിട്ട് 3-4 പിള്ളേരുമായിട്ട് പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. വീടില്ല, നല്ലൊരു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ അവർക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിലും ആ അമ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ജീവിക്കണം. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ജീവിക്കും, ഞാൻ ആരെയും നോക്കത്തില്ല എന്നും പറഞ്ഞിട്ട് ജീവിക്കുന്ന എന്തോരം സ്ത്രീരത്നങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല പിന്നെ നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. നിങ്ങളിങ്ങനെ അമിതമായിട്ട് സ്ത്രീധനം കൊടുത്ത് ഇങ്ങനെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കളെ ഓരോരുത്തരോട് പറഞ്ഞു വിടുക. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏതൊരു അച്ഛനും അമ്മയും മക്കളോട് പറ, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാ. അല്ലാതെ നിങ്ങളുടെ അച്ഛനും അമ്മയും കുറെ കാശും തന്ന് നിങ്ങളെ കെട്ടിച്ചു വിട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങി നിന്നോട്ടോ, ഞങ്ങൾക്ക് നാണക്കേടാ. നാട്ടുകാരുടെ മുമ്പിൽ എന്ത് പറയും? കെട്ടിച്ചു വിട്ട മോള് വീട്ടിൽ വന്ന് നിൽക്കുന്ന നാട്ടുകാരെന്ത് പറയും? നാട്ടുകാര് ഈ കെട്ടിച്ചു വിട്ട മകള് ഭർത്താവിന്റെ വീട്ടിൽ പീഡനം സഹിച്ച് ഒടുവിൽ അവൾ ആത്മഹത്യ ചെയ്തതിന് ശേഷം ജീവിതകാലം മുഴുവൻ ആ മോളെ ഓർത്തിരുന്ന് വിഷമിക്കുന്നതിനെക്കാട്ടി എന്ത് നല്ലതാണ് അവളെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഓക്കെ നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കഴിഞ്ഞിട്ട് ആ മകളെ പറ്റി ഓർത്ത് പ്രൗഡായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അവള് ചെയ്യും. നിങ്ങളുടെ കുടുംബത്തെ അവള് നോക്കും. ഏതെങ്കിലും അച്ഛനമ്മമാര് നാട്ടുകാരെയും ബന്ധുക്കളെയും നോക്കിയിട്ട് സ്വന്തം മക്കളോട് പിടിച്ചു നിൽക്കുമോളെ പിടിച്ചു നിൽക്കും, ഞങ്ങൾക്ക് നാട്ടുകാരോടും ബന്ധുക്കളോടും പറയാൻ ആൻസർ ഇല്ല, നിന്നെ കുറ്റപ്പെടുത്തുമെന്നും പറഞ്ഞിട്ട് ദൈവത്തെ ഓർത്തി പൊന്നുമക്കളെ അവിടെ പിടിച്ചു നിർത്തല്ലേ. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി താഴെ വെച്ച ഉറുമ്പരിക്കും തലയെ വെച്ച പേനരിക്കും എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് വളർത്തിയ കുഞ്ഞുങ്ങളെ ഒരു 6 മാസത്തേക്ക് ഒരു വീട്ടിലോട്ട് കെട്ടിച്ചു വിട്ട് ആ 6 മാസം കഴിയുമ്പോഴത്തേന് അവർ ആത്മഹത്യ ചെയ്തെന്നുള്ള വാർത്ത കേട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങളിരുന്ന് കരയേണ്ടി വരും. അതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കട്ടെ, നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കണ്ട. ഇനി അവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മക്കളെ ഈ മുറി നിനക്കുള്ളതാണ്, ഈ മുറി നിന്റെയാണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് ഒരു മുറി കാണിച്ചു കൊടുക്കുക. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ വാ, അച്ഛനും അമ്മയും നിന്റെ കൂടെയുണ്ട്, നാട്ടുകാരെയും ബന്ധുക്കളെ ആരെയും നീ നോക്കണ്ട, നീ വാ എന്ന് പറയും. കുറെ ആൾക്കാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നത് എന്ന് നിർത്തുന്നോ അന്ന് തൊട്ട് നിങ്ങൾ നന്നാവും. നിങ്ങൾക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല കുഞ്ഞുമക്കളെ. നിങ്ങൾക്ക് ഒരാൾ തരുന്ന നല്ല സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ നോക്കുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ മനസാക്ഷിക്ക് പൂർണ്ണ ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കുറെ പട്ടികൾ അവിടെ കിടന്ന് കുരയ്ക്കും. നമ്മൾ ആ പോകുന്ന പട്ടികളെ എല്ലാം കൂടെ കല്ലെടുത്ത് വാരി എറിയാൻ നിന്ന് കഴിഞ്ഞാല് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തില്ല. നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്ത് മുന്നേറിക്കൊണ്ടേ ഇരിക്കുക. ആരും പറയുന്ന കാര്യമാക്കണ്ട. ഇനി നിങ്ങളുടെ കുറച്ച് അങ്ങനത്തെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ലീക്കായി കഴിയുമ്പം ഇത് ചെയ്തുകൊണ്ട് നടക്കാൻ കുറച്ച് ആൾക്കാർ അവർക്ക് പുതിയ വിഷയം കിട്ടുമ്പോൾ അവർ അതിലേക്ക് പോകും. എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല പൊന്നുമക്കളെ. എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ചീത്ത വിളിക്കാനോ കരിവാരി തേക്കാനോ ഒക്കെ നിൽക്കുന്നവരൊക്കെ പെർഫെക്റ്റ് ആണോ എന്ന് അവനവന്റെ മനസ്സിനകത്തോട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് ഒരാളെ ചീത്ത വിളിക്കോ കരിവാരി തേക്കോ ഒക്കെ ചെയ്യാം. പിന്നെ അവർക്ക് അതിന് മാത്രമൊക്കെ ഇഷ്ടംപോലെ സമയം കാണുമായിരിക്കും വെറുതെ കുത്തിയിരുന്ന് ഇങ്ങനെ പറയാനായിട്ട്. നമുക്കൊന്നും കേൾക്കാനോ എടുക്കാനോ ഉള്ള സമയങ്ങളൊന്നുമില്ല. നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അതുകൊണ്ട് ആത്മഹത്യ പൊന്നുമക്കളെ ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പം ആ പെൺകുട്ടി കേൾക്കുന്നുണ്ടായിരിക്കും, എനിക്ക് മെസ്സേജ് അയച്ച അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ച് നീ അവനോട് പറയുക, മോളെ നിന്റെ കയ്യിലുള്ള ഫോട്ടോസ് നീ എടുത്ത് ലീക്ക് ചെയ്തോ, ഇതിന്റെ എന്തോ ബാക്കി വരുന്ന എന്തോ എന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനും നീയും കൂടെ എന്റെ വൈഫിന് വേണ്ടി എനിക്കൊരു സ്വാതന്ത്ര്യം, അവളുടെ അപ്പനും അവളും എന്നെ പീഡിപ്പിക്കണം. എന്റെ വീട്ടുകാരുന്നുണ്ട് ചേച്ചി, ഞാനൊരു പുരുഷനാണ്, ഞാൻ കല്യാണം കഴിഞ്ഞ് വൈഫിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. എന്റെ വൈഫിന്റെ വീട്ടിൽ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ല, അവളുടെ അപ്പനും അവളെയും എന്നെ പീഡിപ്പിക്കുകയാണ്. എന്റെ വീട്ടുകാര് എന്തിനാണ് അങ്ങനെ നിങ്ങൾ ഒരു പുരുഷനല്ലേ? നിങ്ങൾ വിളിച്ചിരുത്തിയിട്ട് അപ്പനെയും വൈഫിനെയും വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ പറയുക. ഓക്കെ, എനിക്ക് മാനസികമായിട്ട് നിങ്ങളുടെ മകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ അവരോട് തുറന്നു പറയുക. അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. നമ്മൾ എല്ലാരും വിചാരിക്കും ഒരാളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. വെറുതെയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളില്ലെങ്കിലും അയാൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകുന്നു, നമ്മളും അങ്ങ് ആത്മഹത്യ ചെയ്യുമോ? ഇല്ല. നമുക്ക് ആദ്യം കുറച്ച് വിഷമം ഉണ്ടാവും, പക്ഷെ നമ്മളത് ഓവർകം ചെയ്ത് നമുക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. കാരണം എല്ലാവർക്കും ആത്മഹത്യ ഒരു പരിഹാരമാണെങ്കിൽ എല്ലാവരും ഇവിടെ ആരും ജീവിക്കത്തില്ല. പ്രശ്നമുള്ളവരെല്ലാം ആത്മഹത്യ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ ആരും ജീവിക്കത്തില്ല. അപ്പം അവരോട് കാര്യങ്ങൾ തുറന്നു പറയാം. പറ്റുന്നില്ലയോ അവിടെ വെച്ചിട്ടിട്ട് പോവുക, എനിക്കിത് പറ്റുന്നില്ല, മ്യൂച്വലി പറഞ്ഞിട്ട് നിങ്ങൾ പോവുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക. നിങ്ങളെ വിശ്വസിച്ച് വന്ന മക്കളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം കൊണ്ടിൽ അവരുടെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങളെ മാത്രം വിശ്വസിച്ചിട്ട് ലോകത്തോട്ട് വന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അവരുടെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് ഒരു പൊരുത്തമില്ല. ഇത് കണ്ടു വളരുന്ന കുട്ടികളുടെ അവസ്ഥയൊന്ന് ആലോചിക്കുക. അതിനെക്കാട്ടിൽ എത്രയോ ബെറ്റർ ആണ്
നിങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നിട്ട് ആ കുട്ടികളെ നോക്കുന്നു. ഒരുമിച്ച് ഈ അസഹിഷ്ണുതയുള്ള വീട്ടിൽ ജീവിക്കുന്ന മക്കളുടെ അവസ്ഥയൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് പറ്റാത്തടത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇറങ്ങി വരും. റിലേഷൻഷിപ്പിലായാലും ഏതെങ്കിലും ദാമ്പത്തിക ബന്ധത്തിലായാലും അത് മറ്റെവിടുന്നാണെങ്കിലും നോ പറയേണ്ടടുത്ത് അന്തസ്സായിട്ട് നോ പറഞ്ഞിട്ട് വരും. അതിന്റെ പിന്നിലുണ്ടാവുന്ന എന്ത് പ്രശ്നം, അതൊരു പ്രശ്നം വരുന്നത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഡെഡ് എൻഡിൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആത്മഹത്യ അല്ലാണ്ട് ഇതുകൊണ്ട് എന്താണ് ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്, ആ ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു നിങ്ങൾ അങ്ങ് ചിന്തിക്കുക. അവിടുന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ഇത്രയല്ലേ ഉള്ളൂ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഇവരുടെ ആരുടെയും ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ അന്തസ്സായിട്ട് ജീവിക്കും. അവിടുന്ന് നിങ്ങളൊന്ന് ജീവിച്ച് തുടങ്ങും മക്കളെ. നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കല്ലേ. ഇനി അങ്ങനെ എന്തെങ്കിലും തീരെ മാനസികമായിട്ട് ഞാൻ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല, എങ്കിലും ഞാൻ പറയുകയാണ്, എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതിന്റെയൊക്കെ അങ്ങേപ്പുറത്തെ പ്രശ്നങ്ങളൊക്കെ സഹിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പൊ എനിക്ക് 33 വയസ്സുണ്ട്. 19ാമത്തെ വയസ്സ് എന്റെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ്, പിന്നെ ഇതായി, പിന്നെയും ഡിവോഴ്സ്, അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ഇപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് പറയുന്നത് എന്താ പറയും, ഞാൻ ആരെയും വകവെക്കുന്നില്ല. എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ മാത്രം വിശ്വസിച്ച് ഈ ലോകത്തോട്ട് വന്ന എന്റെ ഒരു മോൾ എനിക്കുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞാൻ വേണം നോക്കാൻ. എനിക്ക് ആ ബോധമുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്. എന്റെ കുടുംബത്തെ നോക്കണം, പ്രായ അച്ഛനുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം എന്ന് എനിക്കൊരിതുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന നാട്ടുകാരും ബന്ധുക്കളുടെയും കയ്യിൽ നിന്ന് ചെലവിന് വാങ്ങിച്ചിട്ടല്ല ഞാൻ അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഒരു മനുഷ്യനെ പറ്റിച്ച് 1 രൂപ പോലും ഈ നിമിഷം വരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഞാൻ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഈ 2 ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? വേറൊന്നും നിങ്ങൾ കാര്യം വെക്കണ്ട. നിങ്ങൾ അന്തസ്സായിട്ട് പണിയെടുത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബം നോക്കി മുന്നോട്ട് പോവുക. ചിലക്കേണ്ടവർ അതിന്റെ ചുറ്റിനും കിടന്ന് ചിലച്ചുകൊണ്ടിരിക്കും. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കേണ്ട കാര്യം, നിങ്ങളൊന്നും ആരുടെ അടിമകളല്ല. ആണായാലും ശരി പെണ്ണായാലും ആരും ആരുടെ അടിമകളൊന്നുമല്ല. നിങ്ങൾക്ക് ചെയ്തു തീർക്കും ഒരുപാട് കാര്യങ്ങൾ. അവിടെ കിടന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് പിന്നെ ജോലി, അതിനുള്ള കാലിബറൊക്കെ ഇഷ്ടംപോലെ ജോലി അവസരങ്ങളൊക്കെ നമുക്ക് ചുറ്റിനും ഉണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആരും ഇല്ലെന്നും പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കേണ്ട. പോയി കുഴിയിലൊന്നും ചാടി കൊടുക്കരുത്. നിങ്ങൾ എല്ലാവരോടും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കുഴിയിലും ചെന്ന് ചാടാതിരിക്കുക. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്നതാണ് കാണാൻ എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആരും അല്ലാഖില സ്ത്രീകളുടെ പൊസസീവ്നെസ് കൊണ്ട് വീട്ടുകാരെയും കൂട്ടുകാരെയും അകറ്റി നിർത്തുന്ന സ്ത്രീകളെ കുറിച്ച് എന്ത് പറയുക? നിങ്ങൾ ഒരു സോഷ്യൽ വെൽബീയിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് കൂട്ടുകാർ വേണം, നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടുകാർ വേണം. അല്ലാതെ പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവ്, സ്ത്രീകളുടെ ഒരു പൊതുവെയുള്ള മനോഭാവമാണ് കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവ് എന്റെ മാത്രമാണ്, ഭർത്താവിന്റെ അച്ഛനും അമ്മയ്ക്കും ഭർത്താവിൽ ഒരു സ്ഥാനവും ഇല്ല, ഭർത്താവിന്റെ വീട്ടുകാരെ അകറ്റി നിർത്തണം, ഭർത്താവിന്റെ ജോലിക്ക് പോകുന്ന പൈസ മുഴുവൻ ഭാര്യയുടെ കൈ കൊണ്ട് കൊടുക്കണം, ഭർത്താവിന്റെ അച്ഛനെയും അമ്മയും നോക്കാൻ പാടില്ല, അവരെ കൊണ്ടൊന്ന് വൃദ്ധസദനത്തിൽ തട്ടിയിടണം. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറെ സ്ത്രീകളുണ്ട്. അവരുടെ ആ ചിന്താഗതി മാറ്റണം. അവര് നിങ്ങളുടെ ഭർത്താവ് ആവുന്നതിന് മുമ്പ് ഒരു മകനാണ്, ഒരു സഹോദരനാണ്, അവർക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവരെയൊക്കെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. നിങ്ങളും ഇത് ചിന്തിക്കണം. ദയവ് ചെയ്ത് ഭർത്താക്കന്മാരെ, നിങ്ങളെ കുറെ വർഷം 10-23 വർഷം കഷ്ടപ്പെട്ട് പൊന്നുപോലെ വളർത്തി വലുതാക്കിയ ഒരു മകളെ നിങ്ങളുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു തരുമ്പം അവള് അവിടെ ഓക്കെ ആക്കണ്ട, അവളെ നിങ്ങളുടെ വീട്ടിൽ ഓക്കെ ആക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നിങ്ങളെ മാത്രം വിശ്വസിച്ചിട്ടാണ് ആ അച്ഛനും അമ്മയും ആ മകളെ നിങ്ങളുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു തരുന്നത്. ആ സമയത്ത് നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ഭാഗത്തുനിന്ന് മോശമായ രീതിയിൽ അവളുടെ അടുത്ത് ഉണ്ടെങ്കിൽ രണ്ടുപേരെയും പിടിച്ചിരുത്തിയിട്ട് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് അന്വേഷിക്കണം. രണ്ടുപേർക്കും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം. എന്നിട്ട് നിങ്ങൾ സത്യസന്ധതയുടെ ഭാഗത്ത് നിൽക്കണം. എന്നിട്ട് രണ്ടുപേരെയും വിളിച്ചെടുത്ത് കാര്യം പറയണം. ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് നിങ്ങൾ പറയണം. അല്ലാതെ ഭാര്യ പറയുന്നത് മാത്രം കേൾക്കുക, അല്ലെങ്കിൽ അമ്മ പറയുന്നത് മാത്രം കേൾക്കുക. ഇന്നലെ വന്ന പെണ്ണിന് വേണ്ടി അമ്മയെ തള്ളി പറയാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യയും തള്ളി പറയാം. ഈക്വലി റെസ്പോൺസിബിൾ ആണ് നിങ്ങൾ. രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് കേട്ടിട്ട് നിങ്ങൾ ന്യായത്തിന്റെ കൂടെ നിൽക്കുക. ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ലയോ? നിങ്ങൾ വേറെ മാറി താമസിക്കുക. എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൃത്യമായിട്ട് കൊടുക്കുക. അല്ലാതെ ഭാര്യയായിട്ട് മാറി താമസിച്ചിട്ട് ഇത്രയും വർഷം പൊന്നുപോലെ നോക്കി അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കാതിരിക്കുന്നത് നല്ല സ്വഭാവമൊന്നുമല്ല. നിങ്ങളുടെ അച്ഛനമ്മയെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ചില അച്ഛനമ്മമാരുണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവരുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ, നിങ്ങൾക്കൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ ഒരു വാടക വീട് എടുത്തെങ്കിലും നിങ്ങൾ മാറി താമസിക്കുക. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും അവരുടെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അവർക്ക് അവരുടെ സ്വത്ത് മാത്രമല്ല, അവരെ നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്.
സോ നിങ്ങൾ കൃത്യമായിട്ടൊരു തുക അവർക്ക് കൊടുത്ത് അവരെ ഓക്കെ ആക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നീ പറയുന്ന ഭാര്യമാർക്കും ഉണ്ട് അച്ഛനും അമ്മയും, അവരെ കൃത്യസമയത്ത് അവരുടെ വീട്ടുകാരെ കാണിക്കാൻ വിടുക. അവരും കൂട്ടുകാരുടെ കൂടെ ഒക്കെ പോട്ടെ, അവരും നന്നായിട്ടിരിക്കട്ടെ. എല്ലാവരും നിങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ വിദേശ രാജ്യത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഡിവോഴ്സിന്റെ പേരിലൊന്നും ആരും ആത്മഹത്യ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോ ഇസ്രയേലിലാണ് നിൽക്കുന്നത്. ഇവിടെ അങ്ങ് ഡിവോഴ്സിന്റെ പേരിലൊന്നും ആരും ആത്മഹത്യ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. രണ്ടുപേരും അവർ ഫ്രണ്ട്സ് ആണ്. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രണ്ട്സ് ആണ്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും മോശം പറയാനോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനോ ഒന്നും ഇവിടെ ആരും നോക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇത്രയും വൃത്തികെട്ട സ്വഭാവം. കുറെ കുറ്റം അങ്ങോട്ടും പറഞ്ഞു, കുറെ കുറ്റം ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ? എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. എല്ലാ പൊന്നുമക്കളും നന്നായിട്ടിരിക്കുക. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ അവനവന്റെ അച്ഛനും അമ്മയും വളർത്തുന്നതാണ്. അപ്പൊ ആരും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും ചിന്തിക്കല്ലേ എന്റെ പൊന്നുമക്കൾ. എന്നായാലും നന്നായിട്ട് ജീവിക്കുക. എനിക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ ഞാൻ മെസ്സേജ് ഇടാം. ആർക്കെങ്കിലും അങ്ങനെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇൻബോക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ശരി, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. എന്താ കുറെ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ ആത്മഹത്യ നിങ്ങളുടെ അടുത്തല്ലയോ മലയാളത്തിൽ പറയുന്നത്? നിങ്ങളൊക്കെ എന്തിനാ ആത്മഹത്യ എന്ന് ചിന്തിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ആത്മഹത്യ ചെയ്യുന്നതിന്റെ പകുതി ധൈര്യം മതിയല്ലോ ജീവിച്ച് കാണിക്കാനായിട്ട്. സ്വർഗത്തിലെത്തൂ. എനിക്ക് ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ആരും ആരെ ആശ്വസിപ്പിക്കാൻ ഒന്നും കാണണമെന്നില്ല പൊന്നുമക്കളെ. അവനവന്റെ മനസ്സിനെ അവനവൻ ആശ്വസിപ്പിക്കുക. നീ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് നീ പറയുക ഞാൻ ബോൾഡ് ആണ്, ഈ ലോകത്ത് എന്ത് പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞാലും ഇനി ആകാശം ഇടിഞ്ഞ് എന്റെ തലേ വീണെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ നിൽക്കും, എനിക്കൊരു പ്രശ്നവും ഇല്ല, എനിക്ക് എന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആർക്കും എന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല എന്ന് നീ സ്വയം നീ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് ആരും ഇല്ലേലും ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കായി ഞാൻ സർവൈവ് ചെയ്തില്ലേ. അതായത് കാസ്റ്റവേ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ സർവൈവ് ചെയ്തൊരു കഥയുണ്ട്. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ നോക്കിയാൽ മതി. കാസ്റ്റവേ എന്നാണ് ആ പടത്തിന്റെ പേര്. ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, കഴിക്കാൻ ആഹാരമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല. അവിടുന്ന് ഒരു മനുഷ്യൻ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ആരേതെങ്കിലും ഫ്രണ്ട്സ് എങ്കിലും കാണും. ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങളൊന്ന് എത്തി നോക്കിയേ. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യും മക്കളെ. നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ ഒന്ന് സ്നേഹിച്ചു നോക്കിയേ. ആരും ഇല്ലെങ്കിലും എനിക്ക് ഞാനുണ്ട്, എനിക്ക് ഒരാളും വേണ്ട, എനിക്ക് ഞാനുണ്ട്, എന്നെ ചേർത്ത് നിർത്താൻ ഞാൻ മാത്രം മതി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിനക്കൊരു 500 രൂപ എടുക്കാൻ പറ്റുമെങ്കിൽ ഈ 500 രൂപ കൊണ്ട് നിനക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് നല്ല ബ്രീത്ത് എടുത്തിട്ട് ആ 500 രൂപയ്ക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് പോയിട്ടോ ഈ മൈൻഡ് അങ്ങ് മാറും. ഒന്നിനെ പറ്റിയും ചിന്തിക്കണ്ട. ഇവരാരും ഇല്ലെങ്കിൽ നീ ജീവിക്കത്തില്ലേ? പെട്ടെന്നൊരു സുനാമി വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വന്നു, എല്ലാവരും മരിച്ചു, ഈ ലോകത്ത് മോനെ നീ മാത്രം ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുക. നീ ജീവിക്കത്തില്ലേ? ജീവിച്ചേ പറ്റൂ. ജീവിക്കേണ്ടടുത്ത് നമ്മൾ സർവൈവ് ചെയ്ത് ജീവിക്കുക. നീ സ്വയം ബോൾഡോ അല്ല ആത്മഹത്യ പറ്റി ചിന്തിക്കണ്ടേ എന്റെ പൊന്നുമോനെ. ഫൈറ്റർ ഡോട്ടോ. നിങ്ങൾക്ക് പറ്റാത്ത റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരിക. അതിനി ആരെ നോക്കേണ്ട കാര്യമില്ല. ഇനി ആര് കുറ്റപ്പെടുത്തിയാലും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് പറ്റത്തില്ലയോ ഒരാളുമായിട്ട് മുന്നോട്ട്? അവരോട് പറയാൻ എനിക്ക് പറ്റത്തില്ല, എന്നിട്ട് ഇറങ്ങി വരിക. ആരെങ്കിലും ഒക്കെ നിങ്ങളെ അവിടെ നിന്ന് കുറ്റപ്പെടുത്തുന്നത് അവരവിടെ കിടന്ന് കുറ്റപ്പെടുത്തിക്കോട്ടെ. നിങ്ങൾ അവരുടെ ചെലവിലാണോ ജീവിക്കുന്നത്? ചില രാത്രികളിൽ ഭാര്യയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഞാൻ തറയിലാ കിടക്കുന്ന. ആരോട് പറയാൻ? എനിക്ക് ഒരു അവസരമില്ല, എനിക്ക് 33 വയസ്സായ ആരും എന്നെ സഹായിക്കാനില്ല. ഇതാണ് കുഴപ്പം. ഇങ്ങനെ ഈ ഒരു മൈൻഡ്, ഭാര്യയുടെ ഉപദ്രവം സഹിച്ചുകൊണ്ട് കിടക്കുന്ന നിന്നോട് ആരാ കുഞ്ഞെ പറഞ്ഞത്? നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ അന്തസ്സായിട്ട് പറഞ്ഞിട്ട് ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ട് നീ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുക. നിന്റെ കാര്യങ്ങൾ നീ നോക്കുക. അല്ലാതെ ആത്മഹത്യ എന്തിനാ ചെയ്യുന്നത്? അതാണ് എല്ലാവരുടെയും മനസ്സിന്റെ ശക്തി ഒരുപോലെ ആകത്തില്ല, അത് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യാൻ എടുക്കുന്ന ധൈര്യമില്ല. ആ ഒരു മൊമെന്റ് ഇല്ലേ, അവിടുന്ന് നിങ്ങൾ ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്താൽ ഈ ലോകത്ത് എന്ത് സംഭവിക്കും? ലോകത്ത് ഒന്നൊരു ചുക്കും സംഭവിക്കുന്നില്ല. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ വീട്ടുകാർക്ക് പോയി, എത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ ആത്മഹത്യ ചെയ്ത ഇതിനെല്ലാത്തിനും പരിഹാരം ഉണ്ടാവും? ഇല്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് ആദരാഞ്ജലികൾ അല്ലെങ്കിൽ പ്രണാമം വിടും, അവിടെ തീർന്നു. നിങ്ങളുടെ വീട്ടുകാർ കൊല്ല ഒന്നി നിങ്ങൾക്ക് ഹിന്ദുക്കളാണെങ്കിൽ ബലിയിടും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ തീർന്നു, അത്രയേ ഉള്ളൂ. ആർക്ക് പോയി? നിങ്ങളുടെ മനോഹരമായ ഒരു ജീവിതം നിങ്ങൾ കൊണ്ടുവന്ന് നശിപ്പിച്ചു. ജീവിക്കണമെങ്കിൽ ഒരു പുരുഷനോ ജീവിക്കണമെങ്കിൽ ഒരു സ്ത്രീയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം മക്കളെ, ഒറ്റയ്ക്ക് ജീവിക്കാം. നിങ്ങൾക്ക് കുറെ റിലേഷൻഷിപ്പ് വരും, കുറെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പറ്റാത്തതിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോവും. ഇതൊന്നും കാര്യം നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ. അറ്റ് ദ എൻഡ് നിങ്ങൾ എന്തൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും അറ്റ് ദ ലാസ്റ്റ് നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചിന്തിക്കുക. ഹാപ്പി അല്ലാത്തടത്ത് നിങ്ങൾ ഇറങ്ങി വരും. അത് എന്താണെങ്കിലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാവരും ഒക്കെ ഇല്ലയോ? എല്ലാവർക്കും ആരും ഇല്ലല്ലോ, അവനവനെങ്കിലും ഉണ്ടല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാന്നേ. ആത്മഹത്യ ചെയ്യാതെന്ന് മക്കളെ നിങ്ങളൊക്കെ. ടാറ്റ.